ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ക്രിസ്മസ് ദിവസത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണി ഒന്നുമല്ല, ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. കുറച്ച് ഫിഷ് ബാക്കിയിരിപ്പുണ്ട്. ഇന്നലെ ഞാൻ തലേദിവസം രാത്രി അപ്പവും ഫിഷ് മോളയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഫിഷും ഉണ്ട്. ഞാൻ വിചാരിച്ചൊരു ഫിഷ് ബിരിയാണി അങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബിരിയാണിക്ക് കുറച്ച് സബോള ഏറെ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ സബോള എല്ലാം സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ബിരിയാണി റൈസിന് വേണം, ബിരിയാണി നമ്മുടെ ഗ്രേവിക്ക് വേണം, പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്തവണ നമ്മുടെ സബോള. അപ്പം അതിനെല്ലാം വേണ്ടത് ഞാൻ ചോപ്പ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. ചോപ്പ് ചെയ്യല്ല, സ്ലൈസ് ചെയ്തത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ആദ്യം ഇതിന് മൂന്നിന് വേണ്ട ഒരു കാര്യമാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ്. അപ്പോൾ അതും കൂടെ അരച്ചെടുത്ത് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ റൈസ്, ഇത് 1 കപ്പ് റൈസ് ഉണ്ട്. അത് ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൽ 1 ടീസ്പൂൺ എടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മീനിലേക്ക് പുരട്ടി വെക്കാം. ഇത് നമ്മുടെ കിങ് ഫിഷാണ്, അതായത് നെയ്മീനാണ്. അപ്പം ഇത് ഏകദേശം ഒരു 1/4 കിലോയുടെ അടുത്ത് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എല്ലാം നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫിഷിൻ്റെ മസാലയ്ക്കകത്ത് ഞാൻ സാധാരണ ഈ മസാല മാത്രമേ ചേർക്കാറുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഞാൻ പെരുംജീരകം, ഗരം മസാല ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കാറില്ല ഫ്രൈ ചെയ്യുന്നതിനകത്ത്. ഇനി നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ഫ്രൈങ് പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും, ബാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ബിരിയാണിക്കകത്ത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, എണ്ണയല്ല, സൺഫ്ലവർ ഓയിലല്ല. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാൻ അതിനകത്തുനിന്ന് കുറച്ച് സബോള നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ആയി, അതിങ്ങനെ ഫ്രൈ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പം തന്നെ ഇതെടുത്ത് അങ്ങ് മാറ്റിക്കണം, അല്ലെങ്കിൽ ഓവറായിട്ട് മൂത്ത് പോവും. അപ്പോൾ അത് കാണാനും ഒരു ഭംഗി, എനിക്കിങ്ങനെ കറുത്തിരിക്കുന്ന വലിയ ഇഷ്ടമില്ല, കാണാനും ഒരു ഭംഗി കാണത്തില്ല, പിന്നെ ആ ഒരു കരിഞ്ഞ ചൊവയും വരും. അതുകൊണ്ട് അത് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആ ഒരു സ്റ്റേജിൽ ആകുമ്പോൾ തന്നെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിരുന്ന് ഇങ്ങനെ മൂത്തോളും. ഇനി നമുക്ക് കുറച്ച് കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇത്തവണ ചേർക്കുന്നുണ്ട് ബിരിയാണിക്കകത്ത്. അപ്പം അത് എല്ലാം ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത്, അതും ഈ സെയിം എണ്ണയിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങ് അറ്റം വരെ ഞാൻ ഗ്രേവി ഉണ്ടാക്കുന്നിടം വരെ ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഇത് ഫ്രൈ ചെയ്യുന്ന ഈ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ കശുവണ്ടിയും കിസ്മിസും എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ ഫിഷും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് ഉടഞ്ഞു പോകാതെ നോക്കണം. ഈ നെയ്മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം അത് അത് അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചോറ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് 1 ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും ചേർക്കുക. എന്നിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയിൽ നിന്നൊരു ശകലം എടുത്ത് ഇതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റില്ല, അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറ്റിയെടുക്കുക. മാറിയതിന് ശേഷം ഈ റൈസ് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് 1 മിനിറ്റ് റൈസ് ഒന്ന് മൂപ്പിക്കണം. ആ ഒരു നെയ്യിലും ആ ഒരു സബോളയുടെയൊക്കെ കൂടെ 1 മിനിറ്റ് റൈസ് ഒന്ന് വഴറ്റണം. ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി. അത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് റൈസിന് ഏകദേശം 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പം അത് നമ്മുടെ ആ റൈസിന് ഇതുപോലെ ഇത്രയും വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അത് ചേർത്ത് അടച്ച് വെച്ച് ഒറ്റ വിസിലാകുമ്പോഴത്തേനും ഓഫ് ചെയ്തോണം. ബിരിയാണിക്കൊക്കെ കറക്റ്റ് പാകം അതാണ്, ഒരൊറ്റ വിസിലേ കേൾപ്പിക്കാവുള്ളൂ.
അപ്പം അത് ഞാൻ വേറെ മറ്റേ ബർണറിലേക്ക് മാറ്റി വെച്ചു. നമ്മുടെ ഫിഷ് ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഫിഷ് എടുത്ത് നമുക്ക് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ ഇനിയും ഫിഷ് ഫ്രൈ ചെയ്ത ബാക്കി ആ ഒരു എണ്ണ തന്നെ നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ബാക്കി ഇരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്തൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് കുറച്ച് സബോള ഞാനത് കുറച്ച് സബോള ഒരു 3-4 സബോള ഒരു മീഡിയം സൈസിലുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് 1-2 പിടി ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണ്ട. കാരണം ഞാനത് ഫ്രൈ ചെയ്തതൊന്ന് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്യുന്നപ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ലാസ്റ്റ് ഗ്രേവി ആക്കി കഴിഞ്ഞിട്ടേ ഞാൻ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പം ഇതിലേക്ക് മൂത്ത് കഴിയുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. അത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഞാൻ മല്ലിപ്പൊടി ഈ ഒരു ഫിഷ് ബിരിയാണിക്കകത്ത് ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് അതിലേക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും ചില കാര്യങ്ങൾ ഞാൻ ഈ ഫിഷ് ബിരിയാണിക്കകത്ത് ചേർത്തിട്ടില്ല. പെരുംജീരകം ചേർത്തിട്ടില്ല, ഈ പറഞ്ഞ പോലെ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അതുപോലെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തൈര് അങ്ങനെ ചേർക്കാറില്ല ഗ്രേവിക്കകത്ത്. എന്തിനങ്ങനെ തൈര് ചേർക്കുന്നതെന്ന് എനിക്ക് ബിരിയാണിയുടെ ഗ്രേവിക്കകത്ത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എല്ലാവരും തൈര് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ തൈര് ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലെന്നല്ല, ഞാൻ തൈര് ചേർത്തൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചേർത്തില്ലെങ്കിലും എന്താ കുഴപ്പമൊന്നും എനിക്കറിയത്തില്ല. ഈ ബിരിയാണിയൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചേർത്തിരുന്നു. പക്ഷെ ഇപ്പം ഞാനങ്ങനെ ചേർക്കാറില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം ചേർത്ത് നോക്കിയിട്ടുള്ളത് ഈ ഫിഷ് ബിരിയാണിക്കകത്ത് ഈ ഗ്രേവിക്കകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഒരു ഫ്ലേവർ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ ചേർത്ത് നോക്കിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് മടിയായി തേങ്ങാപ്പാൽ എടുക്കാൻ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഒന്നാമത് തേങ്ങ തിരുമ്മണം. ഇന്നലെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും തേങ്ങ തീർന്നിനി. ആദ്യം തൊട്ട് പൊട്ടിച്ച് തിരുമ്മണം. അതിനുള്ള മടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ തൈര് ചേർക്കുന്നത് കൊണ്ട് എന്തോ എനിക്ക് പ്രയോജനമൊന്നും അറിയത്തില്ല. എന്തിനാ തൈര് ചേർക്കുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഗ്രേവിക്കകത്ത് ഫിഷ് ബിരിയാണിയുടെയും ചിക്കൻ ബിരിയാണിയുടെയും എല്ലാ ബിരിയാണിയുടെയും ഗ്രേവിയിൽ തൈര് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ ചേർക്കാറില്ല. അതാണ്. അപ്പോൾ ഈ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഇനി ഇത് നന്നായിട്ട് ഇത് ഓൾറെഡി മീനൊക്കെ വെന്തതാണ്. പിന്നെ ആ ഗ്രേവിയായിട്ടൊന്ന് ചേരണം. അതൊന്ന് ചേരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി അവിടെ റെഡിയാകും. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ഒരു ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിൻ്റെ പ്രഷർ മൊത്തം പോയിട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും. ദമ്മും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു അരിക്കൊരു മൂരി ഒരു തോന്നുമായിരിക്കും. പക്ഷേ ദമ്മിട്ട് കഴിയുമ്പോഴത്തേനും അത് ഭയങ്കര നല്ല സെറ്റായിരിക്കും. അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, കശുവണ്ടി, മുന്തിരിങ്ങ ഇതെല്ലാം ഈ ഗ്രേവിയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കണം. അപ്പം ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രം എടുക്കാം. കാരണം അതിൽ ഗ്രേവി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാനങ്ങ് വിട്ടുപോയി. ഞാൻ ഈ ഫ്രൈയിങ് പാനിൽ അങ്ങ് ഉണ്ടാക്കിപ്പോയി. അതിൽ ഗ്രേവി ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോറിട്ടാൽ മതിയായിരുന്നു. ഇത് ഫ്രൈയിങ് പാൻ ചെറുതല്ലേ, അതുകൊണ്ട് നമുക്കിനി എല്ലാം ലെയർ ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങ മറ്റുള്ള സംഭവങ്ങൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മീനിൻ്റെ പീസസും കുറച്ച് ഗ്രേവിയും കൂടെ ആദ്യം ഒന്ന് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൽ ഈ സമയത്ത് പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും. എനിക്കിഷ്ടമാണ്. ഇഷ്ടമുള്ളവരിട്ടാൽ നല്ലത്. ഇഷ്ടപ്പെടുന്നവരിട്ട് കൊടുക്കുക. ആ ഒരു ചെറിയ മധുരവും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ പൈനാപ്പിൾ ഇല്ലായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഇനിയും മേടിച്ചൊന്നുമില്ല.
പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും കശുവണ്ടി, മുന്തിരിങ്ങ, ഈ പറഞ്ഞ ഐറ്റംസും നമ്മുടെ മീനിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുക. ചോറിട്ടതിൻ്റെ മുകളിൽ അങ്ങനെയല്ല ലെയർ ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ പറയേണ്ട കാര്യമൊന്നും ഇല്ല, എല്ലാവർക്കും ലെയർ ചെയ്യാനും. ഇപ്പോൾ ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയത്തില്ലേ, ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മീനിൻ്റെ പീസസും വെച്ച് ഞാൻ അടുത്ത ലെയർ ചോറും കൂടി ഇട്ടു. അതിൻ്റെ മുകളിലും ഇത്തവണ കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയുടെയും ഇത് കൂടുതലാണ്. കാരണം ഇത്തവണ അത് കൂടുതലുള്ള ബിരിയാണി മീൻസ് അത് നന്നായിട്ട് അതൊക്കെ ഇട്ടൊരു ബിരിയാണി ഉണ്ടാക്കണമെന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അവസാനവും കൂടെ ഈ സംഭവം വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ചേർക്കാം. ഞാൻ പിന്നെ ഫിഷ് ആയതുകൊണ്ട്, ചിക്കൻ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഫിഷ് ആയതുകൊണ്ട് എനിക്ക് അധികം മല്ലിയിലയൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് പിന്നെ ആ ഒരു ശകലം ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കറി ചേർത്തേ ഉള്ളൂ, അതല്ല അതിൻ്റെ മുകളിലൊന്നും ചേർത്തില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് ആദ്യം ഒന്ന് കൂട്ടി വെക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ്സ് ഇതിങ്ങനെ വെക്കണം. ഹായ്, അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം ക്രിസ്മസ് ആയിട്ട് ഞാൻ ഫിഷ് ബിരിയാണി ആക്ച്വലി ഈയിടെ ഒന്ന് വെച്ച് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെയ്തൊക്കെയാണ്. പക്ഷേ എൻ്റെ നടത്തിൽ ശ്രീഹരി പറഞ്ഞു ഫിഷ് ബിരിയാണി വെച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഫിഷ് ബിരിയാണി വെച്ചു. ഇത് ഞാൻ വെക്കുന്ന രീതിയിലുള്ളൊരു ഫിഷ് ബിരിയാണിയാണ്. മീൻസ് ഈ രീതി വെക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. ഞാൻ വേറെ ഇങ്ങനെ സ്ഥിരം കാണുന്ന റെസിപ്പിയിൽ ചില കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടൊന്നുമില്ല ഫിഷ് ബിരിയാണിക്കകത്ത്. കാരണം ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഫിഷ് ബിരിയാണി ഞാൻ വെക്കുന്നത്. കൂടുതൽ ഞാൻ ഫിഷ് ബിരിയാണിയിൽ കിടന്ന് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് മാറ്റി ഇത് ചെയ്യാറില്ല. കാരണം ഫിഷ് ആയതുകൊണ്ട് നമുക്കറിയത്തില്ല എത്രത്തോളം നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ ഇഷ്ടപ്പെടും എന്നുള്ളത്. ചിക്കൻ ആണെങ്കിൽ വലിയ കുഴപ്പം കാണത്തില്ല, പല രീതിയിൽ പരീക്ഷിക്കാം, കുറച്ചും മസാല കൂട്ടിയൊക്കെ പരീക്ഷിക്കാം, വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ ഫിഷ് ആകുമ്പോൾ ചിലപ്പം കൊള്ളാതാവും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഫിഷ് ബിരിയാണി സാധാരണ ഞാൻ വെക്കുന്നത്. പിന്നെ ക്രിസ്മസ് അങ്ങനെ വലിയതായിട്ടും ഒന്നും ഇപ്പം നമ്മൾ ഓണം ആഘോഷിക്കുന്ന പോലൊന്നും പണ്ടേ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. എനിക്ക് കൊച്ചിലെ എൻ്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ വെക്കേഷൻ സമയത്ത് ഞങ്ങളുടെ അമ്പലത്തിൽ സപ്താഹം ഉണ്ടാകും. ഇപ്പോഴും അവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആണ് എൻ്റെ ക്രിസ്മസ് സമയം എന്ന് പറയുന്നത്. ക്രിസ്മസ് ദിവസം ഒക്കെ അങ്ങനെ അവിടെ അമ്പലത്തിലായിരിക്കും ഊണ് വരെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ വലിയൊരു ക്രിസ്മസ് നമ്മൾ ഓണം ആഘോഷിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. ക്രിസ്മസ് എപ്പോഴും ഉച്ചയ്ക്ക് ഉണ്ണുന്നതും അമ്പലത്തിൽ നിന്നായിരിക്കും. കാരണം അന്ന് എല്ലാ ദിവസവും സദ്യയൊക്കെ കാണുമല്ലോ. അപ്പം അങ്ങനെ സപ്താഹമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ. ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി ആ ക്രിസ്മസ് സമയത്ത് നാട്ടിൽ പോകാത്ത ഒരു ക്രിസ്മസ് സമയങ്ങളിൽ ഈ ഒരു ഡിസംബർ സമയത്ത് നാട്ടിൽ പോകാതിരിക്കുമ്പോഴാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ഐറ്റംസ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഫിഷ് ബിരിയാണിയാണ്. പിന്നെ ഇവിടെ സ്പെഷ്യൽ ഒത്തിരി ഉള്ളതായതുകൊണ്ട് അതിനൊരു വലിയ കാര്യമൊന്നുമില്ല. മിക്കവാറും ഫിഷ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ ഞാനിപ്പോൾ കുറേ ആയോ മിക്കവാറും ഒക്കെ വെക്കും. മാസത്തിലൊരിക്കലും ഒരു ബിരിയാണിയെങ്കിലും വെക്കാതിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇത് പറയാനില്ല. പിന്നെന്താണ് പിന്നത്തെ പരിപാടി? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ദോശയും മുളകുമാണ്. തേങ്ങ തിരുമാനുള്ള മടി കാരണം മുളകായിരുന്നു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു വരെ പോകുന്നുണ്ട്. ഒന്നിനല്ല, സിനിമ ബറോസ് കാണാനാണ് പോകുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം ബറോസിൻ്റെ റിവ്യൂസ് വന്നു തുടങ്ങി. വലിയൊരു ഇതൊന്നും ആരും പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. അപ്പം അങ്ങനെ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. പൊട്ടയാണേലും
നല്ലതാണേലും പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നേ ഞങ്ങൾ ശ്രീഹരി ബുക്ക് ചെയ്തു. പിന്നെ ലുലുവിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലുലുവിൽ പോകണം ഉച്ച കഴിഞ്ഞ്. ഇപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഈ ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ പനിയൊക്കെ വന്ന് മാറി ഇപ്പോഴും ചുമ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാലും പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ലുലുവിൽ പോകുന്നത്. സിനിമ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ചുമ്മാ ഒന്ന് കറങ്ങുന്നുണ്ട് അതിനകത്ത്. പക്ഷെ തിരക്കായിരിക്കും. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഭയങ്കര തിരക്കായിരിക്കും. ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ ദം ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് കുറച്ച് നേരത്തെ വെക്കുന്നതാണ്. ബിരിയാണി എല്ലാം ദം കുറച്ച് നേരത്തെ വിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ അത് ആ ഒരു ദമ്മിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ല. പക്ഷെ ഇപ്പം അതിനുള്ള സമയമൊന്നുമില്ല. അപ്പം ഇത് ആദ്യം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിലൊന്നും ഇട്ടില്ല. അലൂമിനിയം ഫോയിലൊക്കെ ഇട്ട് എനിക്കെന്തും മെനക്കെടാൻ ഇന്നൊരു ഒരു ക്ഷീണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അലൂമിനിയം ഫോയിലൊക്കെ ഇട്ട് മൂടി വെച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എല്ലാം ചിലപ്പം ചില അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എടുക്കും. ചില സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഒരു ഇതാക്കി. ചിലപ്പോൾ അതൊന്നും ചേർക്കാതെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ശ്രീഹരിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് പക്ഷെ കുറച്ച് ചിലപ്പോൾ തോന്നും അതൊക്കെ ഒന്ന് ഇടയ്ക്ക് കടിച്ചാൽ കൊള്ളാവുന്ന അങ്ങനെ. അപ്പം ഇനി നമുക്ക് പോയി ഇതൊരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ മാറ്റും. അപ്പം കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സിനിമ കാണാൻ പോകും. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് കാണാം. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഞാൻ നേരത്തെയും ഫിഷ് ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര വിശദമായി ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫിഷ് ബിരിയാണി റെസിപ്പി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഉണ്ട്, ലോങ് വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം എല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം കണ്ടോ, നമ്മുടെ ബിരിയാണി നല്ല സൂപ്പർ ഡൂപ്പർ ബിരിയാണി ആയിരുന്നു. ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ നല്ലതായിരുന്നു പറയുന്നത്. പക്ഷേ എനിക്കിഷ്ടമാണ് എൻ്റെ ബിരിയാണി. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ചിക്കൻ ബിരിയാണി, എൻ്റെ മട്ടൻ ബിരിയാണി, എൻ്റെ ഫിഷ് ബിരിയാണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ഇറങ്ങി. കാരണം 2:45 തുടങ്ങും. അപ്പം വിചാരിച്ച് എന്തായാലും ഹെബ്ബാൽ സൈഡിലൊക്കെ നല്ല ബ്ലോക്കാണ്. അപ്പം നേരത്തെ ഇറങ്ങിയാലേ സമയത്ത് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. എന്തിനാണ് പോകുന്നത്? സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ ദൈവമേ, ഇതൊരു 1.5 സിനിമ കാണലായിപ്പോയി. അപ്പം നമ്മൾ ലുലുവിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ സീറോ എക്സ്പെക്റ്റേഷൻ വെച്ചാണ് പോകുന്നത്. ഞങ്ങൾക്ക് അറിയുകയും ചെയ്യായിരുന്നു. അതിന് അപ്പോഴത്തേനും റിവ്യൂ ഒക്കെ വന്ന് തുടങ്ങുകയും ചെയ്തായിരുന്നു. നമ്മളിപ്പം സീറോ എക്സ്പെക്റ്റേഷനിൽ പോയാലും അപ്പം നമ്മൾ അത്രയും വേഴ്സ്റ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും അതിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കിട്ടിയാലോ എന്ന് വിചാരിക്കുമല്ലോ. നമ്മളിപ്പം എത്ര നമ്മൾ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്തില്ല, നല്ലതായി വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചാലും നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് അതിനകത്ത് വരും എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഒരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ. നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചാലും. പക്ഷേ ഇത് അതിലൊക്കെ കടന്നു എന്നുള്ളതാണ്. ലുലുവിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അവിടെ കാണാനൊന്നും വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വലുതായിട്ട് ഒന്നും എന്ന് വെച്ചാൽ വലിയതായിട്ടൊന്നും ക്രിസ്മസിൻ്റേതായ വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ നേരെ നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. അപ്പം നമ്മൾ നേരെ സിനിപോളിസാണ്. അപ്പം അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഈ പറഞ്ഞ വലിയൊരു ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ലുലുവിലൊന്നും കണ്ടൊന്നുമില്ല. നമ്മൾ
ക്രിസ്മസിൻ്റേതായ വലിയൊരു ഇതൊന്നും ഇവിടുത്തെ ലുലുവിൽ കണ്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലായിടത്തും നല്ല ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ലുലുവിൽ അങ്ങനെ വലിയൊരു കാര്യമൊന്നും കണ്ടില്ല. അപ്പം പറഞ്ഞു വരുന്നത്, ഞങ്ങൾ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറി. സിനിമ കണ്ട് എനിക്കറിയത്തില്ല, ഈ പറഞ്ഞ പോലെ അങ്ങ് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല, സത്യം പറയാമല്ലോ. ഞാൻ 2.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട്. എങ്ങനെ അതിനകത്ത് ഇരുന്ന് ഞാൻ ഒരു മോഹൻലാൽ ഫാനായ ഞാൻ തുടങ്ങി 1 മണിക്കൂർ തൊട്ട് ഞാൻ ശ്രീഹരിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് പോയാലോ. ഇത് തന്നെയായിരുന്നു എൻ്റെ ഡയലോഗ്. എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല. ഒരൊറ്റ പോസിറ്റീവ് പറയാനുള്ളത് ആ സിനിമയെപ്പറ്റി എന്താണ്, 3D, നല്ല ഉഗ്രൻ 3D ആണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്ര പക്ക ഒരു 3D സിനിമ കാണുന്നത്. പക്ഷേ നമുക്ക് സഹിക്കൂല. ആ 3D ഒന്നും ആ 3Dയുടെ ആ ഒരു സംഭവമൊന്നും 3D ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സഹിക്കത്തില്ല ശരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് കയറി. സെക്കൻഡ് ഹാഫ് എങ്കിലും ഞങ്ങൾ കുറച്ച് പ്രതീക്ഷിച്ചു. ഞാൻ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറയാൻ തുടങ്ങി, നമ്മൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് പോയാലോ. അതൊക്കെ കഴിഞ്ഞ് ഒരു തരത്തിൽ പുറത്തിറങ്ങി. സത്യം പറയല്ലോ, ഇതുപോലെ ഞാനൊരു സിനിമയ്ക്കകത്ത് ഇത്ര നാൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും നേരം ഞാൻ അതിനകത്തിരുന്ന് എൻ്റെ ദൈവമേ പണ്ടാരം തീരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഒരു സിനിമയ്ക്ക് ഞങ്ങൾ കാണാൻ പോയിട്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. പിള്ളേർക്ക് ഞങ്ങളാണെങ്കിൽ പിള്ളേരുടെ സിനിമകളൊക്കെ കാണുന്ന, ഇങ്ങനെയുള്ള ആനിമേഷൻ സിനിമകളൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ ഇരുന്ന് കാണുന്ന വ്യക്തികളാണ് ഞാൻ, ശ്രീഹരി. എനിക്ക് മനസ്സിലാകുന്നില്ല പിള്ളേരിത് എങ്ങനെ ഇഷ്ടപ്പെടുന്നു. പിള്ളേർക്കും ബോറടിക്കത്തില്ലേ? ഒരു എന്താ പറയുക, എനിക്ക് ഞങ്ങൾ വേഴ്സ്റ്റ് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. പക്ഷെ അത് ഞങ്ങളുടെ പ്രതീക്ഷയിലും അപ്പുറമുള്ള ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുപോലെ പിന്നെ തിരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇതിൻ്റെ ഹാങ് ഓവർ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ കുറച്ച് നേരം ഒന്ന് നിന്ന് അവിടെ ആണെങ്കിൽ പ്രത്യേകിച്ചൊരു കുന്തം ഇല്ലാത്തൊരു സംഭവം. മറ്റേത് ആ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിൽ എങ്ങാനും പോയിരുന്നെങ്കിൽ കാണാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞ് എൻ്റെ ദൈവമേ, ഞാൻ മറക്കത്തില്ല. വന്ന് കഴിഞ്ഞ് ഇതുപോലെ നിരാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോഹൻലാൽ ഫാനായ ഞാനൊരു മോഹൻലാൽ പടം കണ്ടിട്ട് ഇറങ്ങി വന്ന് ഇതുപോലെ നിരാശയോടെ ഇരുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. എത്രയൊക്കെ പടം പൊട്ടയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിനകത്തൊരു കുറച്ചെങ്കിലും നമുക്കൊന്ന് എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇത് ഒരു കുന്തവും ഇല്ലാത്തൊരു സംഭവം. എനിക്ക് ഒട്ടും എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ നമ്മളിപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നാടകം കാണാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു അവസ്ഥയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം കണ്ടത് കണ്ടു. പിന്നെ എനിക്ക് വന്നു കഴിഞ്ഞ് സത്യം എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ഭയങ്കര വിഷമമായി ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട്. ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഭയങ്കര നിരാശയായി. എന്നാൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങേർക്ക് ഇത്ര എന്തെങ്കിലുമൊക്കെ നമുക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള നല്ലൊരു സംഭവം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര നിരാശയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന്, നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ച്. തിരക്കാണെങ്കിലും ഒടുക്കത്തെ തിരക്കുണ്ട്. ദൈവമേ, ഇതിനും അത്ര ആൾക്കാർ ഈ ലോകത്തുണ്ടെന്നുള്ളതാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓട്ടോയൊക്കെ പിടിച്ച് തിരിച്ചിങ്ങി പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.